എന്റെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് ഒക്കെ വന്നു. അപ്പോൾ ഇപ്പൊ നീറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നീറ്റ് എഴുതുന്ന സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഴ്സുകൾ, അതില് സാറിന്റെ ഒരു ഒപ്പീനിയൻ പറയാമോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നമുക്കൊരു ബ്രേക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് പറയാൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിഗ്രി നമുക്ക് എടുക്കാനായിട്ട് പറ്റും അല്ലേ. നീറ്റ് ഒരു കൊല്ലം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും ഈവൻ 2 കൊല്ലം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറാണ് അല്ലേ. നമ്മുടെ സൊസൈറ്റി നമ്മളെ കാണുന്നത് ഒരു ഡോക്ടറായിട്ടാണ് അല്ലേ. നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഡോക്ടറെ എന്നല്ലേ വിളിക്കുക. അപ്പൊ ആ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ആവാ ഒരു കുട്ടി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സൊസൈറ്റിയിൽ നമുക്ക് അംഗീകാരം ലഭിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഡോക്ടർക്കും സെക്കൻഡ് പ്രിഫറൻസ് ടീച്ചർക്കും ആണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പൊ ഡോക്ടർ ആവാ എന്ന് പറയാ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. ദൈവം, അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ എന്നൊക്കെയാണ് പറയും. എനിഹൗ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലം നീറ്റ് ഇയാൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് കേട്ടത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ ഇംഗ്ലീഷ് മരുന്നാണ് നമ്മൾ MBBS എന്ന് പറയാം അല്ലെ. പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടുള്ളതാണ് ഫുൾ ഫോം. ബാച്ചിലർ ഓഫ് മെഡിസിൻ എന്ന് BM-ഉം അതുപോലെ ബാച്ചിലർ ഓഫ് സയൻസ് ആണ് ബാക്കി BS, എല്ലാം ചേർന്നിട്ടാണ് MBBS എന്ന് പറയും. അപ്പൊ ബാച്ചിലർ ഓഫ് മെഡിസിനും ബാച്ചിലർ ഓഫ് സയൻസും നമുക്ക് പഠിക്കാനായിട്ട് 5 വർഷമാണ് നമ്മുടെ കോഴ്സ് അല്ലെ. ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ് MBBS ഡോക്ടർ ആവുക. അല്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ 10 ഇരട്ടി കാശ് സമ്പാദിക്കുന്ന വേറൊന്നാണ് ആയുർവേദ ഡോക്ടർ. പലരും MBBS-ന്റെ പുറകെ പോകുമ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട്, അവര് നാട്ടികയില് അവരൊരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തു. അവിടെ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർ എയർപോർട്ടിൽ നിന്ന് അവരുടെ വണ്ടി പിക്ക് ചെയ്തിട്ട് വിദേശത്ത് നിന്ന് ആൾക്കാരെ നമ്മൾ അവിടെ കൊണ്ടുവരും. ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ഏകദേശം ഒരു ആള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 to 5 lakhs അവർക്ക് കിട്ടും. അപ്പൊ അത്രയും റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ആയുർവേദ ഡോക്ടർ. നമ്മൾ അതിനെ BAMS എന്നാണ് പറയാം, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സയൻസ്. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പല്ലിനൊരു വേദന വന്നു, നമ്മൾ എവിടെ പോവാ? ഒരു ഡെന്റിസ്റ്റിന്റെ അവിടേക്ക് പോകും അല്ലേ. ഈ ഡെന്റൽ എന്ന് പറയുന്ന കോഴ്സ്, ഡെന്റൽ ഡോക്ടർ ആവാൻ അധികം പൈസ ചെലവൊന്നുമില്ല. ഈവൻ നമുക്ക് മാർക്ക് കുറവാണെങ്കിലും നീറ്റിൽ ആവശ്യത്തിന് മാർക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 lakhs rupees ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാശ്രയ കോളേജുകളിൽ വരെ നമുക്ക് ഡെന്റൽ ഡോക്ടർ ആവാം. അപ്പോഴും നമ്മൾ വിളിക്കുന്നത് എന്താ? ഡോക്ടറെ എന്ന് തന്നെയാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഡെന്റിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഇന്ന് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ വാല്യൂ ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹോമിയോ മെഡിസിനെ കുറിച്ചിട്ടാണ്. പാർശ്വഫലങ്ങളില്ലാത്ത ഒരു മരുന്ന് നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ല എന്താണ്? ഹോമിയോ മരുന്നുകളാണ്. ഹോമിയോ ഡോക്ടർ ഉണ്ട് നമുക്ക് മംഗലാപുരത്താണെങ്കിൽ ഡോക്ടർ മുള്ളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോമിയോപ്പതി കോളേജ് തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ ഹോമിയോ മെഡിസിനും ഇന്ന് നല്ല രീതിയിൽ ആളുകൾ അതിൻ്റെ ഡോക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് റെയർ ആയിട്ടുള്ള ഒന്നാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത്. യുനാനിയെ കുറിച്ചിട്ടുള്ള ഇതേപോലെ തന്നെ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമ്മൾ അത് BNUS എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് ഡോക്ടർ ആവാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യുനാനി ചികിത്സകളിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. നമ്മളൊന്നും അധികം കേട്ടിട്ടില്ലെങ്കിലും ഇതേപോലെ തന്നെ ആ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഡോക്ടർ തന്നെയാണ്. പിന്നെ വളരെ രസകരമായിട്ടുള്ള വേറൊന്നാണ് എന്ത്? നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, BNYS എന്നാണ് പറയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് പരീക്ഷ പോലും എഴുതേണ്ട ആവശ്യമില്ല. 5 കൊല്ലത്തെ കോഴ്സാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ എന്താണ്? ഡോക്ടർ തന്നെയാണ്. അപ്പൊ BNYS എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്നാ പറയാം. നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നേച്ചറുമായി വളരെയധികം നമ്മൾ ഇഴചേർന്നുകൊണ്ട് ഒരു വസ്തുവും നമ്മൾ ചെയ്യാൻ പാടില്ല. കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചൂടാക്കി കഴിക്കുക എന്നുള്ളതിനായിട്ടും കൂടുതൽ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയും നമ്മളുടെ ഹെൽത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്. അതിൻ്റെ ഒപ്പം തന്നെ യോഗ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആഡ് ഓൺ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം തന്നെ ഒരു സ്റ്റുഡന്റ് നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. മുൻപ് ചോദിച്ച പോലെ തന്നെ നമുക്ക് എഗ്രികൾച്ചർ, ഇത് 11 കോഴ്സുകളുണ്ട്. BSc എഗ്രികൾച്ചർ മാത്രമല്ല, ഒന്നാണ് BSc എഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് അല്ലെ. രണ്ടാമത്തെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്.
പിന്നെ നമ്മുടെ തൃശ്ശൂർ തന്നെ ഫിഷറീസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, ഫോറസ്ട്രി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. കാടുകളെ കുറിച്ച് അറിയാം അല്ലേ? ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ കാട്ടിലല്ല, നമ്മുടെ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഒരു ഓഫീസർ, CCF എന്നൊക്കെ പറയും, ചീഫ് കൺസർവേറ്റീവ് ഓഫ് ഫോറസ്റ്റ് ഓഫീസർ എന്നാണ് പറയാം. അപ്പൊ അങ്ങനെ ഫോറസ്റ്റ് ഓഫീസറായിട്ട് മാറും. പിന്നെ ഡയറി ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ്, മുമ്പ് പറഞ്ഞല്ലോ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച്. അതേപോലെ തന്നെ വേറെ ഒന്നാണ് സെറികൾച്ചർ എന്ന് പറഞ്ഞ കോഴ്സ്, പട്ടുനൂൽ പുഴുക്കളിനെ കുറിച്ചിട്ടുള്ള കോഴ്സ്, ബയോടെക്നോളജി കോഴ്സ്. ഇത്തരത്തിൽ നമുക്ക് പല കോഴ്സുകളും ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ കാർഷിക സർവകലാശാലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്രികൾച്ചർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ CUET പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന ഈ ഫോറസ്റ്റിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ഓഷനോഗ്രഫി, അതിനെ കുറിച്ചൊരു സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. കുഫോസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷനോഗ്രഫിക് സയൻസ് എന്നാണ് പറയാം. എറണാകുളം മരട് ഭാഗത്താണ് ആ യൂണിവേഴ്സിറ്റി തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റയർ ആയിട്ടുള്ള കോഴ്സുകളെല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NPOL പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനങ്ങളിൽ നമുക്ക് ജോലിക്കുള്ള പല ഓപ്ഷൻസും ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ നീറ്റ് എന്ന് പറയുന്നത് ഒരു വാതിലാണെങ്കിലും പല ഡയറക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വലിയ വാതിലാണെന്ന് മനസ്സിലാക്കാൻ സാധ്യമാണ്.